ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ സരൈവോയുടെ ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടായ ബെസ്കാഷ സ്ട്രീറ്റിൻ്റെ ഹൈലൈറ്റഡ് സെബിൽജ് വാട്ടർ ഫൗണ്ടെയിനും മ്യൂസിയവും മസ്ജിദുകളും കണ്ടു. ഇന്ന് നമ്മൾ ബെസ്കാഷയുടെ ചരിത്രപ്രധാനമായ ഓസ്ട്രോ ഹംഗേറിയൻ കത്തീഡ്രൽ പള്ളിയും ടൂറിസത്തിൻ്റെ മുതൽക്കൂട്ടായ കാരവാൻ സറായും മറ്റ് സാംസ്കാരിക കൗതുക കാഴ്ചകളും അടങ്ങിയ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ബെസ്കാഷയിലെ ഗാസി ഖുസ്റഫ് മസ്ജിദിനോട് ചേർന്നുള്ള ഒരു റെസ്റ്റോറൻ്റാണിത്. പേര് എയ്റോപ്ലെയിൻ റെസ്റ്റോറൻറ്റ്. കഴിഞ്ഞ വീഡിയോസിൽ കണ്ട ബെസ്കാഷയിലെ ഏറ്റവും വലിയ നിർമ്മിതിയായ ക്ലോക്ക് ടവറിനോട് ചേർന്ന് തന്നെയാണ് ഈ ഹോട്ടൽ. പുറം കാഴ്ച കണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഈ നാട്ടിൽ സുലഭമാണ്. പക്ഷേ 50ഓളം പേരെ അകത്തിരുത്തി സൽക്കരിക്കാൻ തരത്തിൽ വിശാലമായി അലങ്കരിച്ച ഒരു റെസ്റ്റോറൻ്റാണിത്. കല്യാണ റിസപ്ഷനുകൾക്കായി ആളുകൾ തിരഞ്ഞെടുക്കാറുള്ള ഈ റെസ്റ്റോറൻറ്റിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇസ്ലാം മത നിസ്കാര സമയത്ത് മുസല്ല വിരിക്കുവാനുള്ള ദിശ ഈ റെസ്റ്റോറൻറ്റിൽ കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ട് എന്നതാണ്. ഇതാണ് ബെസ്കാഷയിലെ ഷോപ്പിംഗ് മാളായ ഗാസി ഖുസ്റഫ് ബഗ് ബസിസ്ഥാൻ. 1555 പണികഴിച്ച ഈ മാൾ യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴക്കം കൂടിയ മാൾ കൂടിയാണ്. നിറപ്പകിട്ടാർന്ന വസ്ത്രങ്ങളും സുവനിയർ ഷോപ്പുകളും ജ്വല്ലറി ഷോപ്പുകളും അടങ്ങിയ ഈ മാൾ ടൂറിസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ്. ബിൽഡിങ്ങുകൾക്കൊന്നും മോഡേൺ റിനോവേഷൻ വരുത്താതെ ഇന്നും അതേപടി നിലനിർത്തുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. ഈ കാണുന്നത് വിദേശി കച്ചവടക്കാർക്കായി ഗാസി ഖുസ്റവ് തന്നെ പണിത സത്രമായ കാരവാൻ സറായി തസ്ലിഹാനാണ്. 1543 നിർമ്മിച്ച ഈ കെട്ടിടം 90ഓളം പേരെ വരെ താമസിപ്പിക്കാനും 70ഓളം കുതിരകളെ വരെ സംരക്ഷിക്കാനും കഴിയുന്ന ചതുരത്തിലുള്ള കല്ലുകൊണ്ട് മാത്രമുണ്ടാക്കിയ സത്രമായിരുന്നു. അന്നവർക്ക് താമസം സൗജന്യമായിരുന്നു. കാലക്രമേണ നിരവധി തവണ അഗ്നിക്കിരയായി അതിന് നാശനഷ്ടം സംഭവിച്ചു. എങ്കിലും യൂറോപ്പ് എന്ന പേരിലുള്ള ഹോട്ടൽ അവരുടെ ഹോട്ടലിനോട് ചേർന്ന് ഇന്നും ഇത് ചരിത്രമായി സൂക്ഷിച്ചു വരുന്നു. ഇനി മുന്നോട്ട് നടന്നാലോ? വെറൈറ്റി മധുരപലഹാരങ്ങളുടെ ബെസ്റ്റ് സ്പോട്ട് കൂടിയായ ബെസ്കാഷയുടെ കലവറകളാണ്. ഈ കാണുന്നത് ബെക്ലാവ് സ്വീറ്റാണ്. ടർക്കിഷ് സ്വീറ്റായ തുളുമ്പയാണ് അടുത്തതായിട്ട് കാണുന്നത്. ഇവിടുത്തെ ഹൈലൈറ്റ് സ്വീറ്റിനുള്ളിലെ വെറൈറ്റി ഫില്ലിങ്ങുകളാണ്. പിസ്റ്റാച്ചിയോയും കുനാഫയും ചേർന്നിട്ടുള്ള ഒരു സിനമൺ റോളാണിത്. ഇതിൻ്റെ ശരിക്കുള്ള പേര് എനിക്കറിയത്തില്ല, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഫുഡ് സ്ട്രീറ്റ് കഴിഞ്ഞാൽ കാണുന്ന ഈ കെട്ടിടം ഒരു ലൈബ്രറിയാണ്. ഗാസി ഖുസ്റവ് ബെഗിന് ഖത്തർ സംഭാവന ചെയ്തതാണ് ഈ ലൈബ്രറി. 2014 ജനുവരി 15 ഈ ലൈബ്രറി റിനോവേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ലൈബ്രറിയോട് ചേർന്ന് ഓടുമേഞ്ഞ ഒരു കെട്ടിടം കാണാം. അതിനൊരു പ്രത്യേകതയുണ്ട്. ആ കെട്ടിടത്തിൽ 4 മുറികളുണ്ട്. നമുക്ക് സംഭാവന ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ എന്തും സംഭാവന കൊടുക്കാം. ആ വസ്തു വിറ്റ് കിട്ടുന്ന പണം അവർ ചാരിറ്റിക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുമത്രേ. ഈ 4 കൂടിയ ജംഗ്ഷനിൽ വലുതാക്കി എഴുതിയിരിക്കുന്നത് കണ്ടോ? സരൈവോ മീറ്റിംഗ് പോയിന്റ്. അതിന് കാരണമുണ്ട്. ഈസ്റ്റ് സൈഡിലേക്കുള്ള ആരോയിൽ കാണിക്കുന്നത് പുരാതന ഒട്ടോമൻസ് ബിൽഡിങ്ങുകൾ മാത്രമാണ്. വെസ്റ്റ് സൈഡിൽ കാണിക്കുന്നത് യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഓസ്ട്രോ ഹംഗേറിയൻ ബിൽഡിങ്ങുകൾ മാത്രം. ഇന്നും ഈ രാജ്യം ബോസ്നിയ, സെർബ്, ക്രൊവാസ് എന്നീ 3 പ്രസിഡന്റുമാരാണ് ഭരിക്കുന്നത്. സംസ്കാരങ്ങളുടെ സംഗമഭൂമി എന്ന് ബെസ്കാഷയെ വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ? ബെസ്കാഷയുടെ തെരുവുകളിലൂടെ എല്ലാം തന്നെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാഫിക് ബ്ലോക്കുകൾ ഇല്ലാതെ സുഗമമായി കുഞ്ഞുങ്ങളുമൊത്ത് നടന്നു പോവാം. ഈ കാണുന്നതാണ് ഫർഹാദിയ മോസ്ക്. ഒട്ടോമൻ വാസ്തുവിദ്യയുടെ കയ്യൊപ്പിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. 1579 നിർമ്മിച്ച ഈ പള്ളിക്ക് മധ്യഭാഗത്ത് വലിയ താഴികക്കുടവും നേർത്ത മിനാരവും വിശാലമായ പ്രാർത്ഥനാ ഹാളും കാലിയോഗ്രാഫിയിൽ തീർത്ത ഇൻറ്റീരിയറുമാണുള്ളത്. 1993 യുദ്ധത്തിൽ നശിപ്പിക്കപ്പെട്ടെങ്കിലും 2016 അത് പുനഃസ്ഥാപിച്ചു. നാടിൻ്റെ സാംസ്കാരിക പൈതൃകം എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ മോസ്ക്.
മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്ന ഒരു ബോർഡാണിത്. റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും 2 മ്യൂസിയത്തിൻ്റെ ബോർഡ്. ഒന്ന് സീജ് ഓഫ് സരൈവോ, ഒന്ന് ജനോസൈഡ്. നമ്മളിന്ന് മ്യൂസിയത്തിൽ കയറുന്നില്ല, നമ്മൾ കത്തീഡ്രൽ പള്ളി ലക്ഷ്യമാക്കി മുന്നോട്ട് നടക്കുകയാണ്. ഈ കാണുന്നതാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ബോസ്നിയയിലെ ഏറ്റവും വലിയ കത്തീഡ്രൽ പള്ളി, സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ. വാസ്തുവിദ്യയിലോ ചരിത്രത്തിലോ മതത്തിലോ താല്പര്യമുള്ള ഏതൊരാൾക്കും ആകർഷണം തോന്നും ഈ കത്തീഡ്രൽ പള്ളിയോട്. ഇതിൻ്റെ ഉയർന്ന 2 സ്തൂപവും റോസ് വിൻഡോസുകളും മനോഹരമായി കൊത്തിയെടുത്ത ഉയർന്ന ബലിപീഠവുമാണ് ഇതിൻ്റെ സവിശേഷതകൾ. അതുകൂടാതെ ചരിത്രത്തിലുടനീളം എല്ലാ സുപ്രധാന സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ കത്തീഡ്രൽ. 1884 1889 ബോസ്നിയ ആൻഡ് ഹെർസിഗോവിനയുടെയും ഓസ്ട്രോ ഹംഗറിൻ്റെയും ഭരണകാലത്താണ് ഈ നിർമ്മിതി ഉണ്ടാക്കിയിരിക്കുന്നത്. ബോസ്നിയൻ യുദ്ധകാലത്ത് അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ 2 മാർപ്പാപ്പ സമാധാന ആഹ്വാനമായി ഇവിടേക്ക് നേരിട്ടെത്തുകയുണ്ടായി. അതിനെ അനുസ്മരിച്ച് അദ്ദേഹത്തിൻ്റെ വലിയ പ്രതിമ പള്ളിക്ക് മുൻപിലായി ഇന്നും കാണാം. ദിവസേന 2 കുർബാനയും ഞായറാഴ്ച ദിവസങ്ങളിൽ 4 കുർബാനയും ഇവിടെ അർപ്പിക്കപ്പെടുന്നുണ്ട്. പോകും വഴിയെല്ലാം തന്നെ ചെറിയ ചെറിയ ഷോപ്പുകളിൽ പോലും നിറയെ ഡ്രോയിങ്സുകൾ കാണാം. വിദേശികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണല്ലോ ചിത്രരചനകൾ. അത് ഈ നാട്ടുകാർ നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മുന്നോട്ട് നീങ്ങിയാൽ കാണുന്നത് സരൈവോയുടെ ലിബറേഷൻ സ്ക്വയറാണ്. ബോസ്നിയൻ എഴുത്തുകാരുടെ പ്രതിമകളും മൾട്ടികൾച്ചറൽ മാൻ ബിൽഡ്സ് ദി വേൾഡ് എന്ന സ്മാരകവുമുള്ള പാർക്ക് പോലെ വിശാലമായ ഒരു സ്ക്വയർ. ആ സ്മാരകത്തിനൊരു പ്രത്യേകതയുണ്ട്. സഹിഷ്ണുതയുടെ പ്രതീകമായ സമാധാനത്തിൻ്റെ പ്രാവുകളാൽ ചുറ്റപ്പെട്ട ഒരു സാർവത്രിക മനുഷ്യനിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. കൂടാതെ അതിനു മുമ്പിലായി ഒരു വലിയ സർക്കിൾ കാണാം. 1977 മെയ് 25 പ്രിയപ്പെട്ട ടിറ്റോയുടെ ജന്മദിനത്തിൽ നടപ്പായ എപ്പോച്ച് പദ്ധതിയും അതിൻ്റെ സ്മരണയുമാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു കോർണറിൽ സെർബിയൻസിൻ്റെ ഇഷ്ടവിനോദമായ ലൈവ് സൈസ് ചെസ് ഗെയിമുകളും നല്ല ത്രില്ലിൽ നടക്കുന്നത് കാണാം. ഈ കാണുന്നതാണ് ബാൽക്കൺസിൽ തന്നെ ഏറ്റവും വലിയ പള്ളിയായ കത്തീഡ്രൽ ചർച്ച് ഓഫ് ദി നേറ്റിവിറ്റി ഓഫ് തിയോഡോക്കോസ്. ഈ സെർബിയൻസ് ഓർത്തഡോക്സ് പള്ളി തന്നെയാണ് ബോസ്നിയയുടെയും ഹെർസിഗോവിനയുടെയും ദേശീയ സ്മാരകമായി നിയമിച്ചിരിക്കുന്നത്. 1863 1868 ഇടയിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നേക്കുന്നത്. കുരിശാകൃതിയിലുള്ള പ്ലാനിൽ നിർമ്മിച്ചതാണ് ഈ ബസിലിക്കയുടെ ഹൈലൈറ്റ്. ഇനി ഈ മുമ്പിൽ കാണുന്നൊരു കെട്ടിടം കണ്ടോ? നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് മന്ദിരം പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ഇതൊന്നുമല്ല. നല്ല ഭംഗിയോടെയും വൃത്തിയോടെയും നിർമ്മിച്ചേക്കുന്ന ഈ ഒരു കെട്ടിടം ഒരു മാർക്കറ്റാണ്. വെറും മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, മീറ്റ് മാർക്കറ്റാണ്. ഇറച്ചികളുടെ പല വെറൈറ്റികളാണ് ഇതിനുള്ളിലുള്ളത്. ഇറച്ചി മാത്രമല്ല, മുട്ട, പാലുൽപ്പന്നങ്ങൾ, ചീസിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇവിടെ. ഇതൊരു വെറൈറ്റി ഔട്ട്ലെറ്റ് തന്നെയാണല്ലേ. ഇവിടെ വരുന്നവരാരും ഈ ഒരു ഔട്ട്ലെറ്റ് എന്തായാലും മറക്കാൻ പോകുന്നില്ല. മാർക്കറ്റ് കണ്ടിറങ്ങി നമ്മൾ നേരെ പോകുന്നത് ബസ്കാഷിയുടെ എറ്റേണൽ ഫ്രെയിം കാണാനാണ്. പോകുന്ന വഴിയും പലയിടത്തും കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കണ്ട സരൈവോ റോസസ് ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം. ബോസ്നിയയുടെ ആ തീരാ നഷ്ടത്തിൻ്റെ കഥ ഓരോ വിദേശികൾക്കും ഗൈഡ് വിശദമായി വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കാണുന്നത് ബസ്കാഷിയുടെ മാത്രമല്ല, സരൈവോയുടെ തന്നെ ഏറ്റവും പ്രമുഖ സ്മാരകമാണ്. വിയസ്ന വാട്ര എന്നറിയപ്പെടുന്ന എറ്റേണൽ ഫ്ലെയിം. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ഇരകളായ സൈനികർക്കും സിവിലിയൻസിനും സമർപ്പിച്ചിരിക്കുന്ന നഗരമധ്യത്തിലെ അണയാത്ത തീനാളമാണിത്. നാസി ജർമ്മനിയുടെയും ഫാസിസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ഓഫ് ക്രൊയേഷ്യയുടെയും 4 വർഷത്തെ അധിനിവേശത്തിൽ നിന്ന് സരൈവോ നഗരം മോചിക്കപ്പെട്ടതിൻ്റെ 1ാം വർഷമായി
1946 ഏപ്രിൽ 6-നാണ് ഈ സ്മാരകം സമർപ്പിച്ചത്. ഇന്നും ഇത് അണയാതെ ഓർമ്മപ്പെടുത്തുകയാണ്. ബസ്കാഷ്യ സ്ട്രീറ്റിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കെല്ലാം ഒരുപാട് നന്ദി. വീണ്ടും മറ്റൊരു ബോസ്നിയൻ വീഡിയോയുമായി കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.